മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ആട്ടിപ്പായിച്ച് ആവർത്തിച്ച ആശാവർക്കർമാർ ഇറക്കിവിട്ടത് ആരാണെന്ന് മന്ത്രി പറയട്ടെ. സമരനേതാവ് ആശാവർക്കർ അല്ലെന്ന ന്യായീകരണവുമായി വീണ ജോർജ്. ആരോഗ്യരംഗത്തെ പരിചയം കൊണ്ടാണോ വീണ ജോർജ് ആരോഗ്യമന്ത്രി ആയതെന്ന് സമരക്കാർ. ഇൻവെസ്റ്റ് കേരളയിൽ നിക്ഷേപകരുടെ വമ്പൻ വാഗ്ദാനങ്ങൾ. ഇതുവരെ പ്രഖ്യാപിച്ചത് 40,000 കോടി രൂപയുടെ നിക്ഷേപം. ടാറ്റയും ഷറഫ് ഗ്രൂപ്പും പണം മുടക്കും. ലുലു 5,000 കോടിയുടെ നിക്ഷേപം നടത്തും. കളമശ്ശേരിയിൽ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് തുടങ്ങും. ഉച്ചകോടി ഇന്ന് സമാപിക്കും. കൊല്ലം കുണ്ടറയിൽ ട്രെയിൻ മറിച്ചിടാൻ ശ്രമം. ചെങ്കോട്ട പാതയിൽ പോസ്റ്റുകൾ വച്ചു. പോലീസ് മാറ്റിയിട്ടും വീണ്ടും പോസ്റ്റുകൾ ട്രാക്കിൽ. അട്ടിമറി ശ്രമം. ഇന്ന് പുലർച്ചെ പാലരുവി എക്സ്പ്രസ് വരേണ്ട സമയത്ത് 2 യുവാക്കൾ ട്രാക്കിനടുത്തേക്ക് വരുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18. ഇടുക്കി പന്നിയാർകുട്ടിയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് 3 മരണം. അപകടത്തിൽപ്പെട്ടത് ഒളിമ്പ്യൻ KM ബീന മോളുടെ സഹോദരിയും ഭർത്താവും സഹോദരന്റെ ഭാര്യാപിതാവും. നിയന്ത്രണം വിട്ട ജീപ്പ് 100 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. സമരം ചെയ്തവരോട് പ്രതികാരവുമായി KSRTC. ഫെബ്രുവരിയിലെ ശമ്പളം വൈകിപ്പിക്കും. സമരം ചെയ്തവരുടെ ശമ്പള ബില്ലുകൾ പ്രത്യേകം തയ്യാറാക്കും. ശക്തമായ സമരമെന്ന മുന്നറിയിപ്പുമായി TDF. അനാരോഗ്യം തുടർന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനമൊഴിഞ്ഞേക്കുമെന്ന് റിപ്പോർട്ട്. പാപ്പ അപകടഘട്ടം തരണം ചെയ്തിട്ടില്ലെന്ന ജമേലിയ ആശുപത്രി. ഒരാഴ്ച കൂടി ആശുപത്രിയിൽ കഴിയേണ്ടി വരും. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ ജയം അനിവാര്യം. മത്സരം മഡ്ഗാവ് ഫറ്റോർദ സ്റ്റേഡിയത്തിൽ.